നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോ ആണ് ഇടുന്നത്, വെള്ളിയാഴ്ചത്തത്. അപ്പോൾ രാവിലെ കുറച്ച് കുളിക്കുന്നതിന് മുന്നേ ഉള്ള ജോലികൾ ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറേ ആയി ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കാൻ വിട്ടുപോയി. ഈ കരിഞ്ഞ വെയിലത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഉത്സവമൊക്കെ വന്നപ്പം മതിൽ പെയിൻ്റ് അടിക്കാനും ചെടിച്ചട്ടി പെയിൻ്റ് ചെയ്യാനും ഒക്കെ നടന്നിട്ട് അവിടെ ഉള്ളതിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരുന്നു. ഇതിന് റെഗുലറായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ടായപ്പം ഇതെല്ലാം കരിഞ്ഞു പോയിട്ടാണ്. അപ്പോൾ ഇത് മതിലിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നിരുന്നതാണ്. അവിടുന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന് വേറെ പുതിയ പോട്ടൊക്കെ മേടിച്ചതിന് ശേഷം വെക്കാമെന്നൊക്കെ വെച്ചാണ് ഇവിടെ കൊണ്ടുവച്ചത്. പക്ഷേ അവിടെ കൊണ്ട് വെച്ചിരുന്നപ്പോൾ വാഴയുടെ ചുറ്റും കൊണ്ട് വെച്ചപ്പം നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതിങ്ങനെ ഒരുമിച്ച് ഒരേപോലത്തെ ചെടി ഒരുമിച്ച് നിൽക്കുന്ന കാണുമ്പം ഭയങ്കര ഭംഗിയല്ലേ. അപ്പോൾ ഇതിന് അവിടെ ഇരുന്നപ്പം നല്ല ഭംഗിയായിരുന്നു. അപ്പം ഞാൻ വെച്ചത് അങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. കാണാൻ വെളിയിൽ നിന്ന് ഇപ്പം ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന് നോക്കിയാൽ കാറില്ലെങ്കിൽ ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് കാണാം കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ ഇരുന്നോട്ടേ എന്ന് വെച്ചാൽ, പക്ഷേ വെള്ളം ഒഴിക്കാൻ മറന്ന് അങ്ങനെ അത് മുഴുവൻ കരിഞ്ഞു പോയി. അപ്പം ഉത്സവം ഇന്നലെ കൊണ്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്നലെ പൊങ്കാലയായിരുന്നു ലാസ്റ്റ്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇന്നലത്തെ പൊങ്കാലയുടെ വീഡിയോയും കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു 9:30 സമയമൊക്കെ ആയി കേട്ടോ. രാവിലത്തെ ജോലിയൊക്കെ തീർത്തതിന് ശേഷം പിന്നെ ഞാൻ പെട്ടെന്ന് ഞാനൊരു 11 മണി കഴിഞ്ഞിട്ടാണ് വെള്ളിയാഴ്ച അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. അമ്പലത്തിൽ ഒരു 11:30-12 മണിക്ക് മുന്നേ ആയിട്ട് ദേവീക്ഷേത്രം അടയ്ക്കുകയുള്ളൂ രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ വെച്ച് ഇവിടെ ക്ലീൻ ചെയ്തേക്കാം. പിന്നെയെന്ന് വെക്കാൻ തോറും അത് ആ ചെടി നശിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. പിന്നെ അതുമല്ല അവിടെ എല്ലാം അങ്ങ് വൃത്തികേടായിട്ട് കിടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം അതെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം വാഴയുടെ കുറേ ഉണങ്ങിയ വാഴയില ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടിക്കളഞ്ഞു. പിന്നെ അതെല്ലാം തൂത്ത് അവിടെ എല്ലാം ഒന്ന് ആദ്യം തൂത്ത് വൃത്തിയാക്കിയിട്ടാണ്. പിന്നെ ഇത് കറ്റാർ വാഴയുടെ ചെടിയാണ്, അതെനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതായിട്ടാണ്. അവിടെ പെയിൻ്റ് അടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ അവിടെ നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് 2 ഞാനും അച്ഛനും കൂടെ പോയി എടുത്തിട്ട് വന്നു കേട്ടോ. ഭയങ്കര വെയിറ്റാണ് അതിന്. അപ്പം ഞാൻ തന്നെ ഒന്ന് പിടിച്ച് വലിക്കാൻ കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം കേട്ടോ അവിടം വരെ ഒന്ന് എത്തിച്ച് കിട്ടിയത്. അത്ര വെയിറ്റാണതിന്. അപ്പോൾ അവിടുന്ന് തന്നതാണ് കേട്ടോ. അപ്പം ഞാനത് കുറേ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ഞാൻ അങ്ങോട്ട് നഴ്സറിയിലേക്കും കൊടുത്തു വിട്ടു. അതിന് മാത്രം ഒരുപാട് തന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിനെല്ലാം കൂടെ എടുത്ത് ഇങ്ങോട്ട് ഈ ചെമ്പരത്തിയും പിന്നെ തെറ്റിയും നിൽപ്പുണ്ട്, അതിൻ്റെ അടിയിലോട്ട് വെച്ചു. പിന്നെ കുറച്ച് അത് എടുത്ത് വെച്ചപ്പോഴാണ് കണ്ടത് അതിനകത്ത് വെള്ളീച്ച വന്നിട്ടുണ്ട്. ചെമ്പരത്തിയിൽ പെട്ടെന്ന് വെള്ളീച്ച വരും. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ അത് ബാക്കിയുള്ള പൂക്കളും കൂടെ പോയി കിട്ടും. അതിനകത്ത് നിറച്ച് പൂക്കളുണ്ടാകുന്നതാണ്. നല്ല ചെമ്പരത്തിയാണ്, അത് കാണാൻ ചുവപ്പല്ല, വേറൊരു കളറാണ്. അപ്പോൾ അതിന് ഞാൻ പിന്നെ കാണിച്ചു. ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ പൂവ്. ഇനി പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അവിടെ അത് എല്ലാം കൂടെ എടുത്ത് അതിൻ്റെ തണലത്തേക്ക് വെച്ച് ഇപ്പോൾ ഞാൻ ദിവസം ഇന്നലെ 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചു, ഇന്ന് രാവിലെയും വെള്ളം ഒഴിച്ചു, ഉച്ചയ്ക്ക് വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ ഇതിന്. പക്ഷേ ഇപ്പം പുറത്ത് നല്ല മഴ പെയ്യുകയാണ് കേട്ടോ. അപ്പം ഇന്നെന്തായാലും ഞാൻ ഫ്രണ്ടിലൊന്നും വെള്ളം ഒന്നിനും ഒഴിച്ചില്ലായിരുന്നു. പക്ഷേ ഇന്ന് അടിപൊളി മഴ പുറത്ത് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു എരമ്പൽ എൻ്റെ വോയിസ് ഓവറിൽ കേൾക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഇന്ന് എനിക്ക് ഒരു വിഷമമുള്ളത് എന്നാന്ന് വെച്ചാൽ ബൊഗൈൻവില്ലയിലൊക്കെ പൂ നന്നായിട്ട് ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ, പുതിയ ചെടിയിലൊക്കെ പൂക്കൾ വന്നതെന്ന്. അത് മഴ കഴിയുമ്പോഴത്തേക്ക് നാളെ രാവിലെ ചെന്ന് നോക്കുമ്പോൾ അറിയാം ഇനി എത്ര പൂ മിച്ചമുണ്ടെന്നൊക്കെ ഉള്ളത്. അതെല്ലാം കൊഴിഞ്ഞു പോകും. നല്ല മഴയും നല്ല കാറ്റുമാണ്. ഉച്ചയായപ്പോൾ തൊട്ട് നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം വൃത്തിയാക്കിയേ. അത് കഴിഞ്ഞാണ്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ഞാൻ പുതിയ ചെടിയൊക്കെ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ നിന്ന് മേടിച്ച് മണ്ണത്തിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പഴയ പോട്ടൊക്കെയാണ്. അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി പെയിൻറ്റ് ചെയ്ത് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറേ ബാമ്പു ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് വീടിൻ്റെ ഒരു കന്നിമൂല ഭാഗമായിട്ടൊക്കെ വരും. അപ്പോൾ അവിടെ ഞാൻ കുറേ ബാമ്പു ചെടിയൊക്കെ കൊണ്ടുവന്ന് നട്ട് വെച്ചത്. പിന്നെ വെറുതെ വെച്ച് അതിന് വെള്ളം പോലും ഇല്ല. അന്ന് വല്ലപ്പോഴേ ഞാൻ അതിന് വെള്ളം ഒഴിക്കത്തുള്ളൂ. പക്ഷേ അത് നിറച്ച് കാട് പോലെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് തൂത്തെല്ലാം വൃത്തിയാക്കി
പിന്നെ കുഞ്ഞി ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ നടപ്പുണ്ട്. അപ്പോൾ അപ്പുറത്ത് ആ കുരുപ്പ് പിടിച്ച പൂച്ചകൾ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് അവൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയും വൃത്തിയാക്കി. ഇനി എനിക്കുള്ളത് ആ ഒരു കുറച്ച് ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ പോട്ടെടുത്ത് മാറ്റിയാലേ പറ്റുള്ളൂ. ഇത് പിന്നെ ഞാൻ വൈകിട്ടത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊക്കോപ്പിറ്റ് അത് നനച്ച് വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നേ. ഞാനിപ്പോൾ എപ്പോഴും പോട്ടി മിക്സ് മേടിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഇതൊന്ന് നനച്ച് വയ്ക്കാം, ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാം എന്നൊക്കെ കരുതി. അപ്പം ഞാൻ എന്തൊക്കെ നേരത്തെ ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി നേരത്തെ എന്തെങ്കിലും ഒരുക്കി വെക്കുന്നോ അന്നത്തെ ദിവസം എനിക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാം എടുത്ത് കുടഞ്ഞ മേടിച്ച് വെച്ചിട്ട് കുറേ ആയിട്ടോ. അപ്പം അവർ പറഞ്ഞ് ഇതങ്ങനെ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നനച്ചതിന് ശേഷം ഡയറക്റ്റ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് വന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഒന്ന് നനച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം വൈകുന്നേരം അച്ചൂനെയും കൂട്ടി ചെയ്യാമെന്നൊക്കെയുള്ള ധാരണയിലാണ് ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. പോയിട്ട് ഞാൻ തിരിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞ് കേട്ടോ, 2:30-3 മണിയൊക്കെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം അവിടെ പൊങ്കാലയുണ്ടല്ലോ, അപ്പം എനിക്ക് അമ്പലത്തിലും പോകണം. അപ്പോൾ അത് നടക്കത്തില്ല എന്ന് മനസ്സിലായി. ഇത് കണ്ട ഈ കുരുപ്പ് പിടിച്ച പൂച്ച കാണിക്കുന്ന കണ്ട. ഞാനവിടെ തേയില വെള്ളവും കഞ്ഞി വെള്ളവും ഒക്കെ ഒഴിച്ച് അതിനെ വളർത്തിയെടുത്തുകൊണ്ട് വന്നതാണ്. അത്ര ഇച്ചിരി വെയിൽ വാടിപ്പോയ ചെടിയായിരുന്നേ, അതിനെ ഒന്ന് വളർത്തിയെടുത്തതാണ്. ഇത് 2 പൂച്ച, ഇത് അമ്മപ്പൂച്ചയാണ്. ഇനി ഒരു കുഞ്ഞു കുരുപ്പും കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഒറ്റയ്ക്ക് കിടന്നാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. അപ്പം ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ഈ ബഹളം കണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇതേ കണ്ട 2 പേരും ഉണ്ട്. കുറേ നേരം ഉണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി നേരം നോക്കി. നല്ല രസമാണ് ഇവരുടെ കളി കാണാൻ. ഈ ചെടി എങ്ങനെ ഇത് വളഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതാണ് അവസ്ഥ. പിന്നെ വൈകിട്ടത്തെ പൊങ്കാലയാണ്. ഇനിയിപ്പോൾ ഈ പൊങ്കാലയുടെ ഇത് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പൊങ്കാല കാണാനായിട്ട് അമ്പലത്തിൽ ചെന്നു. ഞാൻ പൊങ്കാല ഇട്ടില്ല, കാണാനായിട്ട് ചെന്നാണ് കേട്ടോ. അപ്പം എല്ലാവരുമായിട്ട് പരിചയമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞു. പൊങ്കാലയൊക്കെ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞു, ഇത്തിരി കഴിഞ്ഞിട്ടേ പൊങ്കാല എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.